ഡിയേഴ്സ്, സൂപ്പർ കൺവെൻറ്റിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ മാനസികമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതിനെ തുടർന്ന് ആകെ മനസ്സ് തീർന്ന കൃപയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഒരിക്കലും മനസ്സോടെ സമ്മതിച്ചതല്ല മാനസികമായിട്ടുള്ള വിവാഹത്തിന്. അവൻ സുജിക്കും സാഗറിനും വേണ്ടി സമ്മതിച്ചതാണ്. സുജിയുടെ ദുഃഖം കണ്ട് സമ്മതിച്ചതാണ്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ദുഃഖം മുഴുവൻ അണപൊട്ടി ഒഴുകുന്നത്. ഒരാശ്വാസത്തിന് വേണ്ടിയാണ് അവൻ കൃപയ്ക്കരികിലേക്ക് വരുന്നത്. നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായെന്നൊക്കെ കൃഷ് പറയുന്നുണ്ട് കൃപയോട്. എന്നിട്ട് എണീറ്റ് പോകാൻ നോക്കുമ്പോൾ കൃപ പതുക്കെ ഏട്ടാന്ന് വിളിക്കുന്നത് കൃഷ് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞ കൃഷിന് കൃപ കൈയണക്കുന്നതും കണ്ണ് ചലിപ്പിക്കുന്നതും കരയുന്നതും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ട വളരെയേറെ സന്തോഷത്തോടെ കൃഷ് അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ വന്നിട്ട് അത് ദേവിജിയോട് കൃഷ് പറയുന്നുണ്ട്. യാദൃശ്യമായി അത് അങ്ങോട്ട് ചെന്ന കൃപ കേൾക്കുന്നുണ്ട്. അവൾ ദേവിജിയുടെ ക്യാബിനിലേക്ക് എന്തോ പറയാൻ വേണ്ടി വന്നതാണ്. ഈ വാർത്ത കേട്ട് അവൾ ആകെ ഞെട്ടുന്നുണ്ട്. കൃഷ്, എൻ്റെ അനിയത്തി സംസാരിച്ചോ? അത് കുഴപ്പമാണല്ലോ എന്നൊക്കെ അവളിങ്ങനെ തന്നെത്താനൊന്ന് പറയുകയും വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ബലരാമന്റെ സ്പൈ ആണല്ലോ ദിവ്യ, അപ്പോൾ അവൾക്ക് അസൂയയൊക്കെ തോന്നുകയും ചെയ്യും. ഇതൊക്കെ ദിവ്യ അപ്പോൾ തന്നെ ബലരാമനെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട ബലരാമൻ ആകെ ചൂട് പിടിക്കുന്നുണ്ട്. അയാൾക്കൊരു മനസ്സമാധാനവും ഇല്ല. ക്ലീറ്റസും ഉണ്ട് കൂടെ. ടെൻഷൻ അടിച്ച് അയാൾ മദ്യപിക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ദിവസേ നമുക്ക് അവരെ തോൽപ്പിക്കാൻ വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അയാൾ അത് സമ്മതിക്കാതെ മദ്യപിക്കുകയാണ്.